രാഹുൽ പറയുന്നത് ഈ 14 പേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷേ എന്തിന് സിദ്ദിഖിനെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ്. അതല്ലേ രാഹുലിന്റെ പോയിന്റ്? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സെക്സ് എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ടുണ്ടായത്. അതെ അതെ, എന്തതെ വെറുതെ വരാതെ. 22 വയസ്സിൽ സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് താമസിക്കുകയും ചെയ്തതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ? അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ, ഈ പറഞ്ഞൊക്കെ സത്യമാ മാസ്റ്ററെ. എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇത് സത്യമല്ലേ മാഡം? ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതാണോ? സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. നോക്കൂ രാഹുൽ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കും. ഒന്ന് പോറാവുകയൊന്ന് ഷാജിട്ടാ, ഒന്ന് വിചാരിക്കും. പുള്ളിയുടെ ആഗ്രഹം വിചാരിച്ചു. നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കും. പൊന്നെ ഉദാഹരണല്ലേ പറയണേ. നിങ്ങൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ, ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ കൈവച്ചാൽ അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? ഒരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം ഞാൻ മാട്രിന് പോയിടാ. മാഡത്തിന്റെ അച്ഛനെതിരെ വ്യാജ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. അല്ല, രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ്? ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. രാഹുലിന് എത്ര അച്ഛനുണ്ട്? അത് ഞാൻ എണ്ണിട്ടില്ല, എണ്ണി നോക്കിട്ട് കൃത്യമായിട്ട് അറിയിക്കാം. സാറൂടെ ഉണ്ടാവില്ല. ഓ, കണക്ക് ചോദിക്കാൻ എന്തുമാത്രം ആൾക്കാരാ. അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മെയിൽ ഷോവനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയെടുത്ത് സംസാരിക്കുന്നത്. പൊങ്ങച്ച സഞ്ജീവമായി നടക്കുന്ന ഇത്തരം പുരുഷന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ പിന്നെ ഈ ചന്ദ്രിക സുന്ദരേശൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.